നവീകരണം ചർച്ചകളിൽ ഒതുങ്ങുമ്പോൾ മാറ്റമില്ലാതെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോചനീയ അവസ്ഥ. 12 കോടി രൂപ അനുവദിച്ചിട്ടും പ്രവർത്തികൾ തുടങ്ങാനായിട്ടില്ല. ഇതോടെ യാത്രക്കാരടക്കമുള്ളവരാണ് ബുദ്ധിമുട്ടുന്നത്. KSRTC ബസ് സ്റ്റാൻഡ് നവീകരിക്കുമെന്നുള്ള വാർത്ത വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. എന്നാൽ ഇതുവരെയും ഇവിടെ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഇതിനു പിന്നിലെ കാരണം എന്താണ്? അന്വേഷിക്കാം. കൂത്താടികൾ വളരുന്ന വെള്ളക്കെട്ടുകൾ, ചോർന്നൊലിക്കുന്ന ഭിത്തികൾ, പൊട്ടിപ്പൊളിഞ്ഞ കസേരകൾ കൂട്ടിയിട്ട മുറികൾ, ഇതെല്ലാമാണ് കേരളത്തിന്റെ വ്യവസായ നഗരത്തിലെ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ. നിലവിലെ സ്റ്റാൻഡിന് സമീപം പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കാൻ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിൽ നിന്ന് 12 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ തുടർ നടപടികൾ വൈകുകയാണ്. നമ്മളിപ്പോൾ ഈ 2.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ടോയ്ലറ്റ് ഇല്ല. നമുക്കിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ആകെ ബാഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കണം മാക്സിമം. നമ്മളോടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ടോയ്ലറ്റിൽ പോലുള്ള സൗകര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുള്ളിൽ കയറാൻ തന്നെ പറ്റില്ല. സ്റ്റാൻഡിന്റെ നവീകരണ ചർച്ചകൾ പലപ്പോഴും തർക്കത്തിൽ കലാശിച്ചതാണ് നിർമ്മാണം വൈകാൻ കാരണം. KSRTCയുടെയും വൈറ്റില മൊബിലിറ്റി ഹബിന്റെയും ഉടമസ്ഥതയിലുള്ള ഭൂമി പരസ്പരം വെച്ചുമാറാനുള്ള ആലോചന സർക്കാർ ഉപേക്ഷിച്ചതോടെ ആ തർക്കത്തിനും പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. വൈറ്റില മൊബിലിറ്റി ഹബിന്റെ മാതൃകയിൽ KSRTC സ്റ്റാൻഡ് പുതുക്കി പണിയുമെന്നാണ് മന്ത്രി P. രാജീവ് അറിയിച്ചത്. ഇത് സംബന്ധിച്ച് ഈ ആഴ്ച ഉത്തരവിറങ്ങുമെന്നും അറിയിച്ചിരുന്നു. ഈ സ്റ്റാൻഡ് പുതുക്കി പണിയാതെ ബുദ്ധിമുട്ട് മാറും, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് ഉടനെ നന്നാക്കുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. നന്നായി, അല്ലെങ്കിൽ ഇതുവരെ കഷ്ടപ്പാട് തന്നെ മാത്രമേ ഉള്ളൂ. നവീകരണം പൂർത്തിയാകുന്നതോടെ എറണാകുളത്തിന്റെ KSRTC സ്റ്റാൻഡിന് ശാപമോക്ഷം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ന്യൂസ് മലയാളം, കൊച്ചി.